ഹായ് സുഹൃത്തുക്കളെ, യാത്രാ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ പോകുന്നത് കേരള സർക്കാരിൻ്റെ ഇടുക്കി ഇക്കോ ലോഡ്ജിലേക്കാണ്. കണ്ണിനും മനസ്സിനും കുളിരേകുന്ന കാഴ്ചകളായി കാണുന്നത് ഒരു മല മുഴുവൻ പച്ച പുതച്ച് കിടക്കുന്നു. അങ്ങനെ നമ്മൾ ഇക്കോ ലോഡ്ജിന്റെ മെയിൻ എൻട്രൻസിലെത്തി. അത് കഴിഞ്ഞ് കുറച്ച് മുൻപോട്ട് പോയപ്പോൾ കാണുന്ന കാഴ്ച രണ്ട് മലകൾ, കുറവൻ കുറത്തി മലകളാണ്. ഈ ആർച്ച് കാണുന്നതിന്റെ പിൻഭാഗത്താണ് ഡാം സ്ഥിതി ചെയ്യുന്നത്. ഈ ആർച്ച് കാണുന്ന ഭാഗത്ത് രാത്രി ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, ഇക്കോ ലോഡ്ജിൽ നിന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് ലൈറ്റുകളായിരിക്കും. നല്ല കാഴ്ചകളാണ്. അത് കഴിഞ്ഞ് നേരെ ഞാൻ താഴോട്ട് ഇറങ്ങി ഓരോരോ കോട്ടേജുകളുടെ അടുത്തേക്ക് പോയി. ഒരു 12 AC കോട്ടേജുകളാണ് മൊത്തം ഇവിടെ ഉള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിലമ്പൂർ തേക്ക് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മൊത്തം തേക്ക, ഫ്ലോർ വരെ തേക്ക. ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടില്ലേ നിങ്ങൾ, ഓടൊക്കെ ഇട്ടിട്ടാ. നല്ല തണുപ്പ് തന്നെയാണ്. AC ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതിൻ്റെയാണ് ആധുനികം എന്ന് പറയുന്നത്. പിന്നെ ചെറുതോണിയിൽ നിന്നും കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിക്കാണ് DTPC ഇടുക്കി പാർക്കിങ്ങിൻ്റെ പിൻഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇത് പൊതുജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാവുന്ന തരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ലോഡ്ജാണ് ഇത്. 4230 രൂപയാണ് വാടക. പിന്നെ അവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ റൂം എടുത്ത് കഴിഞ്ഞാൽ മെനു നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് ആ ഫുഡ് പോലാണ് റെഡിയാക്കി തരും. കോട്ടേജുകളൊക്കെ കാണിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വേറൊരു കാഴ്ച കണ്ടു. ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ സാറ് ഫോറസ്റ്റിൻ്റെ എന്തോ ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്നതാണ്. പിന്നെ ഞങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ച് നിർബന്ധിച്ചിട്ട് ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. സാറ് ഞങ്ങളോട് ഒരുമിച്ച് ചായ കഴിക്കാമെന്ന് പറഞ്ഞു. ഒരുമിച്ച് ചായ ഞങ്ങൾ ഒരുമിച്ച് കഴിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.